അപ്പോഴേ ഇന്ന് സുപ്പ് ഉണ്ടല്ലോ, ഞാൻ ചീനി അരിയാൻ പഠിപ്പിക്കുക കേട്ടോ. നമുക്കിത് ചീനി കിട്ടി, മത്തിക്കറി അടപ്പയിരിക്കുന്നത്, ബീഫ് കഴുകുന്നു. ഇപ്പോഴും ചീനി, അതെ എൻ്റെ പരിപാടിയാണേ. ചീനി അരിയാൻ പഠിപ്പിക്കാൻ നിങ്ങൾ. ഞാനിങ്ങനെയാണ് ചീനി അരിയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കപ്പ എന്നൊക്കെ പറയല്ലേ, നമ്മുടെ നാട്ടിൽ നമ്മൾ ചീനി എന്ന് പറയും കേട്ടോ പിള്ളേരെ. ഇതേ ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ അങ്ങോട്ട് മുണ്ടോ അങ്ങോട്ട് മുറിച്ചിടും. ചിലരൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ അരിയുന്നതെന്ന് ഒരു സ്റ്റൈൽ, എന്തിനാ ഇങ്ങനെ വെട്ടിക്കണ്ടിച്ചൊക്കെ അങ്ങ് ഇട്ടാൽ പോരെയെന്ന് ഒരു രസം വേണ്ടേ അല്ലേ. നമ്മളിങ്ങനെയൊക്കെയാണ് കേട്ടോ, നല്ല നീറ്റായിട്ട്. അമ്മയൊക്കെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചീനിയൊക്കെ അരിയും കേട്ടോ. ഞാനും ഒട്ടും മോശമല്ല, അതിൻ്റെ പിന്നിൽ തന്നെയുണ്ട് ഉപ്പും. ചീനി അരിയാൻ ഞാൻ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. ഇടുക്കി കൊച്ചാണ് ഞാനും. അപ്പോൾ രാവിലെ എന്തൊക്കെയുണ്ട് പരിപാടികൾ. സമയം 10 മണി. സുപ്പൂന് ചോറായി, മീൻകറി അടുപ്പിലായി, അപ്പം ഉണ്ടാക്കി. വേണ്ടവർക്ക് ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും. പിന്നെ ഞാൻ വെച്ച് രാവിലെ ലൈവിലൊക്കെ ഇരിക്കാം. അപ്പോൾ ഇത്തിരി നേരം നമ്മുടെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് കാക്കയാണെങ്കിൽ പിന്നെ വിരുന്ന് വിളിക്കുന്നുണ്ട്. ആരപ്പാ വരുന്നതെന്ന് എനിക്കറിയത്തില്ല, ആരെങ്കിലും വരും ഇന്ന്. ഞാൻ ആദ്യമായിട്ടാട്ടോ കയ്യിൽ ഇങ്ങനെ 2 ഉറയൊക്കെ ഇട്ട് ബീഫൊക്കെ കഴുകുന്ന മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ 2 കയ്യിലും ഉറയൊക്കെ വലിച്ചു കയറ്റി ബീഫ് കഴുകി തരുന്ന കേട്ടോ. അത് പുള്ളിയുടെ ഇതാ. മോൻ കഴുകാന്ന് പറഞ്ഞാൽ പറഞ്ഞു വേണ്ട, ഞാൻ അതിനകത്തൊന്നും തൊടത്തില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ അവരാ ചെയ്ത് തരുന്നത് എനിക്ക് കേട്ടോ. അത് ചിക്കൻ വാങ്ങിച്ചാലും ഞാൻ നോക്കിയപ്പോൾ 2 കയ്യിൽ 2 ഉറ കിടക്കുന്നു. കാലം പോയി പോക്കെ. നമ്മുടെ കൊച്ചു കേരളത്തിൽ എങ്ങോട്ടാണ് ഈ പോകുന്നത് പിള്ളേരെ, എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പുറത്തെ പള്ളി പ്രാർത്ഥന തുടങ്ങി. നിങ്ങളിങ്ങനെയാണോ ചീനിയൊക്കെ അരിയുന്നത്? ജാനുവിൻ്റെ വീട്ടിൽ ജാനു ഇങ്ങനെയാണ് ചീനി അരിയുന്നത് കേട്ടോ. നമ്മുടെ പഴയ വീടാത്, ആ വീട് ഇത്ര അകലേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പുതിയ വീടും പഴയ വീടുമായിട്ട് കുറച്ച്. മോരിരിപ്പുണ്ട്. ഇന്നലെയും കാഴ്ച അതെന്തായാലും തീർന്നു. ഇന്നലത്തെ മോര് അപ്പോഴേ തീർന്നു കേട്ടോ. ഇന്നും വേണമെങ്കിൽ ചീനിക്ക് മോരാണ് എനിക്കിഷ്ടം കേട്ടോ. ചീനിക്ക് മോര് കറിയാണ് എനിക്കിഷ്ടം, സാമ്പാറല്ല. അവരോട് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് രസവും ഇഷ്ടമാണേ, രസവും ഇഷ്ടമാണ് ചീനിയൊക്കെ ഉണ്ടെങ്കിൽ. അവരോട് ഇഷ്ടങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണല്ലോ അമ്മമാർ. കെട്ടിയനോടും പിള്ളേരോടും ഒക്കെ ചോദിക്കും, ഇന്ന് എന്താ ചേട്ടാ വേണ്ടത്? കൊച്ചിൻ്റെ അച്ഛ ഇന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത്? കുഞ്ഞിൻ്റെ അച്ഛ എന്താണ് ഇന്ന് ഉണ്ടാക്കേണ്ടത്? അങ്ങനെ ചോദിക്കത്തില്ല പണ്ടത്തെ അമ്മമാർ. ഇപ്പോഴങ്ങനെയൊക്കെ വിളിക്കത്തില്ലല്ലേ, കൊച്ചിൻ്റെ അച്ഛാന്നും കുഞ്ഞിൻ്റെ അച്ഛാന്നും ഒക്കെ വിളിക്കുമോ? ദേ ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കെട്ടിയന്മാരെ വിളിച്ചോണ്ട്. ദേ കേട്ടോ കേട്ടോ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ കെട്ടിയന്മാരെ വിളിക്കുന്നല്ലേ. ആരാണ് അവിടെ? മോനെ തണുത്ത വെള്ളം കുടിക്കാതെ മോനെ, പനിയോ വെള്ളം ഒക്കെ ഉണ്ടെങ്കിലേ. എന്താ മോനെ? എന്തുവാ? അല്ല, ഞാൻ ഫ്രീസറിനകത്തോട്ട് വെച്ചതാ. രാവിലെ മുട്ടായി തപ്പുന്നു. നല്ല കാന്താരി മുളകും ഒക്കെ അങ്ങോട്ട് അരച്ച്, ഞങ്ങളിവിടെ കാന്താരി മുളകൊക്കെ അരച്ചാണ് ചീനി വേവിക്കുന്നത് കേട്ടോ. സൂപ്പറാണ് കാന്താരി മുളകൊക്കെ ഇട്ട് അങ്ങോട്ട്. എന്താ സാറേ, ഇവർക്ക് പിന്നെ ബീഫുണ്ടല്ലോ. അമ്മയ്ക്ക് വേണ്ട ഇപ്പം മീന്. മത്തിയുണ്ട് എനിക്ക്, നല്ല മുട്ടയൊക്കെ ഉള്ള നല്ല അടിപൊളി മത്തി. എന്താ സാറേ, വലിയ കിഴങ്ങായിരുന്നേ. എൻ്റെ കൈപ്പിടിയൊന്നും ഒതുങ്ങാത്ത വലിയ കിഴങ്ങായിരുന്നു. അപ്പോഴത്തേ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വേര് വിളകെട്ടായിരിക്കും,
ചീനിയുടെ വേരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ 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 നമ്മൾ കുത്തി കുത്തി അരിയും കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കൊത്തി അങ്ങോട്ട് അരിയും. ഒരേ ഇതിൽ വീഴണം. മത്തി തിളച്ച മണം, നല്ല സൂപ്പർ കിടുക്കാച്ചി മണം കേട്ടോ. മത്തീൻ്റെ മണം, മത്തീൻ്റെ മണം, മത്തീൻ്റെ മണം, മത്തീൻ്റെ നല്ല സൂപ്പർ മണം കേട്ടോ. എൻ്റെ സാറേ മത്തീൻ്റെ മണം ഒരൊന്നൊന്നര മണോ എൻ്റെ സാറേ, എൻ്റെ സാറേ ഒരൊന്നൊന്നര മണമാണേ. ചീനി അരിയാൻ പഠിച്ചോ? പിടിനിങ്ങളെ ചീനി അരിയാൻ പഠിച്ചോ? ഇങ്ങനെ ചീനി അരിയുന്ന കേട്ടോ. ഇങ്ങനെ ചീനി അരിയുന്ന ഇതൊക്കെ നമുക്ക് പശുമാമയ്ക്ക് കൊടുക്കാം കേട്ടോ. അവരെന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ അല്ലേ. ഇവിടെ ചെടിയെല്ലാം വാടി കരിഞ്ഞിട്ട് ഇനി വീണ്ടും നമുക്ക് റീപോട്ടിങ് ചെയ്യണമല്ലോ. റീപോട്ടിങ് ചെയ്തെല്ലാം നല്ല വൃത്തിയാക്കണം. ഇവിടെ പാത്രം കഴുകാനൊക്കെ ഉണ്ടാക്കിയതല്ല. ആര് പാത്രം കഴുകുന്നത്? ഞാനെല്ലാം അവിടെ തന്നെ തട്ടിമറിച്ചല്ലേ കഴുകുന്നത്. ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യാന്നേ, അമ്മൂമ്മയ്ക്ക് കിളവിക്ക് വയ്യാന്നേ. അവിടെ തന്നെ നിന്നങ്ങ് കഴുകും. ആർക്കാവും കയറി ഇറങ്ങാൻ? ഈ ചീനി വിളഞ്ഞതിൻ്റെ ആയിരിക്കും. ഈ ഒരു വേരിൻ്റെ അവിടെ വേറെ കളറും വേറെ കളറും കുഴപ്പമില്ല. മത്തിക്കറിയുടെ ഇപ്പുറത്തോട്ട് നമുക്ക് ചീനി വേവിക്കാൻ വെക്കേ, അപ്പോഴേ എളുപ്പം നടക്കും. കറിയുടെ ഇപ്പുറത്തേ നമുക്ക് ചീനി വേവിക്കാൻ വെക്കാം. കൈ കഴിക്കുന്നു കേട്ടോ. കഴിഞ്ഞു. ഒരു കഴുകി ഞാൻ അടപ്പയിലൊക്കെ വയ്ക്കട്ടെ. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് നമ്മൾ ചീനി അരിയുന്നത്. എല്ലാവരും പഠിച്ചല്ലോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പം എല്ലാവരും ചീനി അരിഞ്ഞുകൊണ്ടൊക്കെ വരണം കേട്ടോ. എല്ലാവരും ചീനിയൊക്കെ അരിഞ്ഞുകൊണ്ട് വരണം, നമുക്ക് വേവിക്കാം. അടുത്ത ക്ലാസ്സിൽ ചീനി അരിയുന്നത് കൊണ്ടുവരുന്നത് വരെ നന്ദി, നമസ്കാരം, ടാറ്റ.